പരിപാടിയുടെ അധ്യക്ഷ അന്തരാണിച്ചു. ഇവിടെ എത്തിച്ചേർന്ന ആശംസിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന നമ്മുടെ മുഖ്യാർത്ഥ ഹൈസ്കൂളിലെ അച്ഛൻ പി കെ രഘുനാഥൻ സാർ, മുൻ കൗൺസിലർ നവീൻ സാർ, വേദിയിലും സാഹസികരെ, പ്രിയപ്പെട്ട കുട്ടികളെ, രക്ഷിതാക്കളെ, സഹോദരി സഹോദരനെ, ഇന്നിവിടെ നമ്മൾ യുവതലമുറയുടെ ഭാവി എങ്ങനെ വാർത്തെടുക്കണം എന്നതിന് ഒരു കേന്ദ്രം അതിൻ്റെ ഉദ്ഘാടനത്തിൽ തിരിച്ചറിയിച്ചിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ അധ്യക്ഷ പറഞ്ഞു കുട്ടികൾ ആശയക്കുഴപ്പത്തിലാണ്. ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, എങ്ങനെ മുന്നോട്ട് പോകണം, അവർക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവാം, അറിവുണ്ടാവാം, ഗ്രേഡുകളൊക്കെ ഉണ്ടാവാം. എന്നാലും SSLC കഴിഞ്ഞാലും +2 കഴിഞ്ഞാലും കുട്ടികളൊന്ന് മുന്നോട്ടൊരു ചുവട് വെക്കാൻ ഒന്ന് ടെൻഷൻ അടിക്കും. പണ്ടത്തെ കാലത്ത് പറഞ്ഞാൽ വളരെ പണ്ടല്ല, എന്തെങ്കിലുമൊക്കെ ഒരു കാലത്ത് നമ്മൾ ആ ഭാഗത്തുള്ള ഒരു പ്രമുഖനായ അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസമുള്ള ഒരാളെ നമ്മൾ സമീപിക്കും, രക്ഷിതാക്കളെ സമീപിക്കും. എന്നിട്ട് ചോദിക്കും ഏത് കോഴ്സാണ് നല്ലത്. അപ്പോൾ അവർ പറയും ഇന്ന കോഴ്സ് എടുത്താൽ അതിന് ഒരുപാട് സ്കോപ്പ് ഉണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ നമ്മളെ അതിലേക്ക് വഴിതിരിച്ചുവിടും. അങ്ങനെയാണ് പഴയ തലമുറയൊക്കെ ഓരോരോ ഇതിലേക്ക് പഠിക്കുന്നതും. ചിലർ അതിൽ തന്നെ പിടിച്ചു കയറും, ചിലർ അവിടെ ഫ്ലോപ്പായി വീഴും. അത്തരത്തിലൊരു ഉദാഹരണമാണ് രഘുനാഥൻ സാറിൻ്റെ സാറാണ്. ഞാൻ ഇതിനാണ് തന്നെ പറയാം, ഞാൻ PG കഴിഞ്ഞാണ്, MCom കഴിഞ്ഞാണ്. പക്ഷേ ശരിയായ ഒരു ഇതിലേക്കാണ് പോയതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇഷ്ടമില്ലാതെ വിഷയമൊന്നായിരുന്നില്ല കണക്ക്, എന്നാലും അതിനോട് വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. രക്ഷിതാക്കൾ 3 റുപ്യ കോമേഴ്സ് ചേർത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിൽ ലെവലിലും കോമേഴ്സിലേക്ക് വന്നു. ഡിഗ്രിക്ക് നല്ല മാർക്കിൻ്റെ പറഞ്ഞു PG കൂടി എടുത്തു വന്നു. അങ്ങനെ PGയിലേക്ക് കയറി. അവിടെ അത് കഴിഞ്ഞപ്പോൾ നമ്മളെ ലേഡീസിനെ സംബന്ധിച്ചോളം കല്യാണം, കുട്ടികൾ അവിടെ നിന്നു. പിന്നെ അത് കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയി ഒന്ന് സെറ്റായപ്പോൾ തോന്നി ഒന്ന് PSCക്ക് പഠിച്ചായിരുന്നു. കുറച്ച് കാലം ഒരു കൊല്ലം പോലെ പോയി. ട്രാക്ക് കയറുമ്പോൾ ഒരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വിളി വന്നു, അവിടെ കയറും. പിന്നെ ട്രാക്കിൽ ഒന്നുമില്ല, അവിടെ കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ എംപ്ലോയ്മെൻറ്റ് 6 മാസത്തേക്ക് വിളി വന്നു, ഒരു ബാങ്കിൽ സ്റ്റാഫായിട്ട് കയറാൻ വേണ്ടി. അപ്പോൾ 6 മാസത്തേക്ക് വരുമ്പോൾ ഞാൻ പോയി സന്ദേശം വേണോ വേണ്ടി, കുറച്ച് ദൂരെയാണ്, നല്ല സാലറി കിട്ടും. എംപ്ലോയ്മെൻറ്റ് വിളിച്ചാൽ നല്ല സാലറി ഉണ്ടല്ലോ അവർ. അപ്പോൾ ചെന്ന് വേണോ വേണ്ടി എന്ന് വിചാരിച്ചു. പിന്നെ അമ്മയോട് പറഞ്ഞ് ഏതായാലും പോകാം, അമ്മ പഠിപ്പിച്ചാലേ. MCom പഠിച്ച മകള് 6 മാസം ഒന്ന് ബാങ്ക് ഉദ്യോഗസ്ഥ ഇരിക്കുന്ന കാണാമല്ലോ. അങ്ങനെ അതിലേക്ക് പോയി 6 മാസം വർക്ക് ചെയ്തു. പിന്നെ അവിടെ തുടരാൻ പറഞ്ഞു. പക്ഷേ ഞാൻ നമ്മളിതിനെ കുറച്ച് രാഷ്ട്രീയമൊക്കെ ഇതുകൊണ്ട് അവിടെ തന്നെ രാവിലെ പോയി വൈകുന്നേരം വരെ അവിടെ നിൽക്കാന്നുള്ളത് കഴിയാത്തതുകൊണ്ട് തിരിച്ചു തന്നെയാണ്. എന്നാലും നമ്മൾ പഠിച്ച കോഴ്സിനോട് പൂർണ്ണമായ ഒരു ഇത് നേർന്നില്ല, അതിലേക്ക് കടന്നില്ല എന്ന് തന്നെ വേണമെന്ന് പറയാം. അപ്പോൾ ഇപ്പോഴത്തെ തലമുറ അങ്ങനെയല്ല, അവർക്ക് ഒരുപാട് സാങ്കേതിക വിദ്യയൊക്കെ ഉണ്ട്. അവരിപ്പോൾ സ്കൂളിൽ തന്നെ ഇത്തരം കരിയർ ഗൈഡൻസ് ക്ലാസ്സൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം ഇത്തരം സെൻ്ററുകളുടെ ക്ലാസ്സുകൾ കൂടിയാകുമ്പോൾ അവരെ കഴിവും താല്പര്യവും എല്ലാം മുൻനിർത്തി അവർക്ക് നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കാൻ കഴിയും. അത്തരത്തിൽ നമ്മുടെ തളിപ്പറമ്പിലെ കുട്ടികൾക്ക് ഒരു വഴി തെളിയിക്കുകയാണ് ഈ കേന്ദ്രം. ഇതിൻ്റെ ലക്ഷ്യം നമ്മുടെ തളിപ്പറമ്പിലെ കുട്ടികളെ അവർ വിചാരിക്കുന്ന സ്ഥലത്ത് എത്തിക്കുക എന്നുള്ളതാണ്. അതിന് രക്ഷിതാക്കളൊക്കെ ഇവർക്കൊപ്പം നിൽക്കുക. ഈ പരിപാടിക്ക് ഞാൻ എല്ലാവിധ ആശംസകളും നേരുകയാണ്. അതോടൊപ്പം ഈ കേന്ദ്രത്തിൽ